ഡോക്ടർ എൻ അജിത് കുമാർ, നമ്മളിങ്ങനെ പറയുമ്പോഴും സാധാരണക്കാരനെ സംബന്ധിച്ച് ഉദാഹരണത്തിന് ഒരു വിദേശ പഠനം സ്വപ്നം കാണുന്ന മധ്യവർഗ കുടുംബങ്ങളെ ഇതെങ്ങനെ ബാധിക്കും? 20 ലക്ഷം ലോൺ എടുക്കാൻ പ്ലാൻ ചെയ്തവർക്ക് ഇനി 25 ലക്ഷം എടുക്കേണ്ടി വരില്ലേ? ഇത് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കില്ലേ? വിദ്യാഭ്യാസ മേഖല മാത്രമല്ല, വിദേശത്തേക്ക് നാം ഒരു ട്രാവൽ നടത്തണമെങ്കിൽ തന്നെ ഫോറിൻ ടൂറിസത്തിനെ തന്നെ നമ്മൾ ബാധിക്കും. ഇന്ത്യയിൽ നിന്ന് ഇപ്പൊ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെ ഇത് ബാധിക്കും. ഓപ്പോസിറ്റ് ആയിട്ട് പറയാം, ഫോറിൻ ടൂറിസ്റ്റ് കൂടുതൽ ഇന്ത്യയിലേക്ക് വരും. കാരണം ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ ഇത്രയും കുറവായതുകൊണ്ട് അവർക്ക് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവുന്നത്. പക്ഷെ ഒരു കാര്യം ഡെഫിനറ്റ് ആണ്, വിദേശത്ത് വിദേശ ഇൻവെസ്റ്റേഴ്സിന് ഇവിടെ ഒരു നല്ലൊരു ക്ലൈമറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഒരു ഭയങ്കര വലിയ മിസ്മാച്ച് നടക്കുന്നുണ്ട്. ആ ഒരു കാര്യം നമ്മൾ പറയാം. ഇപ്പൊ ഒരു ഭാഗത്ത് നമ്മൾ GDP ഗ്രോത്ത് റേറ്റിനെ പറ്റി വളരെയധികം സന്തോഷിക്കുമ്പോൾ പെർ ക്യാപിറ്റ GDPയെ പറ്റി നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ പെർ ക്യാപിറ്റ GDP ഏറ്റവും അവസാനത്തെ കണക്ക് വെറും $2,600 മാത്രമാണ്. 140 കോടി ജനങ്ങൾക്കുള്ള പോപ്പുലേഷൻ $2,600. അപ്പം നമ്മൾ ഈ വിചാരിക്കുന്ന ഈ GDP ഗ്രോത്ത് റേറ്റ് എന്നെ സംബന്ധിച്ചും ഞാൻ കണ്ടിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ജോബ്ലെസ് ഗ്രോത്ത് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജോബ്ലെസ് ഗ്രോത്ത് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് ഇപ്പൊ വിദേശത്ത് പോകണമെന്ന് നാട്ടുകാർക്ക് ഇപ്പൊ ഇത്രയും തോന്നുന്നത്. ഇപ്പൊ എന്റെ മകൻ തന്നെ, അവനിവിടെ ഇല്ല, അവൻ വിദേശത്ത് പഠിക്കാൻ പോയി, അവിടെ തന്നെ ജോലി എടുത്തു, അവൻ അവിടെ സെറ്റിൽ ചെയ്തു. ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ കമ്മിങ് ബാക്ക് ടു ഇന്ത്യ. ഞാൻ ഇന്ത്യയിലേക്ക് ഇല്ല എന്നാണ് പറയുന്നത്. ഒരു ബേസിക് യങ്സ്റ്റേഴ്സിന്റെ ഒരു ലൈൻ ഓഫ് തോട്ട് ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഇന്ന് ഡോളറിന്റെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ സംസാരിച്ച സമയത്ത് അദ്ദേഹം പറയാണ്, ഡോളറിന്റെ വില വെച്ച് നിങ്ങൾ ഇന്ത്യയിൽ കളിക്കുമ്പോൾ അയാൾ ഒരു ആഫ്രിക്കൻ നേഷനിലാണ് ഉള്ളത്. ആഫ്രിക്കൻ കൺട്രിയിലെ കണ്ടീഷൻ എത്രയോ ബെറ്റർ ആണ്. ഐ എം മച്ച് ബെറ്റർ ഓഫ് ഹിയർ ദാൻ ഇൻ ഇന്ത്യ എന്നാണ്. അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് അവർക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സിഗ്നൽ ഇപ്പൊ കൃത്യമായിട്ട് പോകുന്നുണ്ട്. ഇന്ത്യ ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു വലിയ പാരഡൈസ് ആയിരിക്കും എന്ന് രഞ്ജിത് സാർ പറയുന്നുണ്ടെങ്കിലും ഐ ഡോണ്ട് തിങ്ക് അത്രയും വലിയൊരു പാരഡൈസ് ആണോ? മേക്ക് ഇൻ ഇന്ത്യ എത്ര സക്സീഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒറ്റ ചോദ്യത്തിന് മതിയല്ലോ. ഹൗ ഫാർ ഹസ് മേക്ക് ഇൻ ഇന്ത്യ ബീൻ സക്സസ്ഫുൾ? അത് നമ്മൾ വളരെ വലിയ കാര്യമായിട്ട് ഇപ്പൊ മേക്ക് ഇൻ ഇന്ത്യയെ പറ്റി ഒന്നും സംസാരിക്കുന്നില്ലല്ലോ. ആരും സംസാരിക്കുന്നില്ല മേക്ക് ഇൻ ഇന്ത്യയെ കുറിച്ച്. അപ്പൊ അങ്ങനെ ഈ പോളിസീസ് എന്നുള്ളൊരു കാര്യം, പോളിസീസിന് ഈ സർക്കാരിന് യാതൊരു കുറവുമില്ല, യാതൊരു സംശയമില്ല. പോളിസീസിന്റെ ബഹളമാണ്. പക്ഷെ എത്ര കണ്ട് അവര് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്? ആ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിൽ ഇപ്പോഴും വളരെയധികം ശരിക്കും ന്യൂനതകൾ നാം കാണുന്നുണ്ട്. അതിന്റെ ഒരു ഔട്ട്കം ആണ് ഈ ഡോളറിന്റെ പ്രൈസ് ഇങ്ങനെ, എക്സ്ചേഞ്ച് റേറ്റ് ഇങ്ങനെ ഡെപ്രീഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. എക്സ്ചേഞ്ച് റേറ്റിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല സെൻട്രൽ ഗവൺമെന്റോ ആയിരിക്കും. വേറെ ഓരോ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ എക്സ്ചേഞ്ച് റേറ്റിൽ ചെറിയൊരു ചേഞ്ച് റിസർവ് ബാങ്കിന് നന്നായിട്ട് ഇടപെടാൻ എന്തുകൊണ്ടും ഇടപെടുന്നില്ല. ഞാൻ ഏറ്റവും അവസാനത്തെ കണക്കിൽ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് റിസർവ് ബാങ്കിന്റെ കറന്റ് RBI ഡോളർ റിസർവ് $700 ബില്യൺ ആണ്. $700 ബില്യൺ ആണ് നിയർ റിസർവ്. ഇപ്പോഴത്തെ ഇങ്ങനത്തെ ക്രൈസിസിലല്ലാണ്ട് പിന്നെ എങ്ങനെയാണ്, എപ്പോഴാണ് ഇവർ ഇന്റർവീൻ ചെയ്യേണ്ടത്? അങ്ങനത്തെ ഒരു ചോദ്യമാണ് എനിക്കെപ്പോഴും തോന്നാറ്. ഇപ്പൊ ഇറ്റ്സ് എ റിയൽ ക്രൈസിസ്. ഞാൻ എന്തും പറഞ്ഞാലും അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഓൺലി മെത്തേഡ് എനിക്ക് കാണും. ബിക്കോസ് ഇതിന്റെ റീസൺ ഞാൻ പറഞ്ഞ ടേക്കിംഗ് യു ബാക്ക് ടു 2013. ഈ 2013 അന്ന് 60 രൂപ എന്നുള്ള ഒരു മാജിക് ഫിഗർ, അങ്ങനെയാണ് അന്നത്തെ ഓപ്പോസിഷൻ റീച്ചിങ് ദ മാജിക് ഫിഗർ ഓഫ് 60 rupees. അന്ന് ഏറ്റവും കൂടുതൽ ക്രിറ്റിസൈസ് ചെയ്ത ആളാണ് ഇപ്പൊ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇരിക്കുന്നത്. 60 രൂപ എന്ന കൃത്യപ്പം വാട്ട് ഈസ് RBI ഡൂയിങ് എന്ന് അദ്ദേഹത്തിന്റെ ഇപ്പോഴും ആ സ്റ്റേറ്റ്മെന്റ് എനിക്ക് മറക്കാൻ പറ്റില്ല. ഇതേ മനുഷ്യൻ ഇപ്പൊ 100 എത്തുന്ന സമയത്ത് നോ ഇൻഡിക്കേഷൻ ഗവൺമെന്റ് എന്തോ ഇത് ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടന്റ് അറ്റ് ഓൾ എന്നൊരു തോന്നലാണ്. ശരി, അത് എന്ത് വന്നാലും അത്രയും അൺഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള ഒരു പോളിസി ഡിസിഷൻ അത്യാവശ്യമാണ്. സാർ പറഞ്ഞാലും ഒരു പോളിസി മാറ്റർ, ഇതൊരു പോളിസി മാറ്ററാണ്. പോളിസി ഡിസിഷൻ ഹാസ് ടു ടേക്ക് പ്ലേസ്. അൺലെസ് ദ പോളിസി ഡിസിഷൻ ഡസ് ടേക്ക് പ്ലേസ്, ഞാൻ പറഞ്ഞ പോലെ ഐ എം പ്രെഡിക്റ്റിംഗ് ദാറ്റ് ഡോളർ വിൽ സ്കോർ എ സെഞ്ചുറി. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ അനൂപ് എസ് കുമാർ,
എന്തുകൊണ്ടാണ് RBI ഇക്കാര്യത്തിൽ ഇടപെടാത്തത്? RBIയുടെ മുമ്പിലുള്ള സാധ്യതകൾ എന്തെല്ലാമാണ്? അല്ല, RBI ഇടപെടാത്തതെന്ന് വെച്ചാൽ RBI ഇടപെടുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു മാനേജ്ഡ് ഫ്ലോട്ടാണ് നമ്മുടെ കറൻസി. മാനേജ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ RBI ഇടപെടുന്നത് മാർക്കറ്റ് വോളറ്റിലിറ്റി കൺട്രോൾ ചെയ്യാനാണ്. അല്ലാതെ ഈ രൂപയെ ഒരു പർട്ടിക്കുലർ റേറ്റിലേക്ക് 90 താഴെ എത്തിക്കുകയോ 88 പിടിച്ചു നിർത്തുകയോ എന്നുള്ള RBIയുടെ പോളിസി അല്ല. RBI മാർക്കറ്റിൽ ഇടപെടുന്നത് ഇതിന്റെ ഫ്ലക്ച്വേഷൻസ് എന്താണ് പറയുന്നത്, സ്റ്റേബിലൈസ് ചെയ്യാൻ, മാർക്കറ്റ് വോളറ്റിലിറ്റി, ഫോറിൻ എക്സ്ചേഞ്ച് വോളറ്റിലിറ്റി കുറയ്ക്കുക എന്നുള്ള പോയിന്റിലാണ് RBI ഇടപെടുന്നത്. അങ്ങനെ ഇടപെടുമ്പോൾ ഇത് സ്റ്റേബിലൈസ് ആകും. അല്ലാതെ ഒരു പർട്ടിക്കുലർ റേറ്റിൽ നിർത്തുക എന്നുള്ളത് RBIയുടെ ഇതല്ല. ആ ടൈപ്പ് പോളിസി നമ്മൾ ഉപേക്ഷിച്ചിട്ട് വർഷങ്ങളായി. ആവശ്യകതയുണ്ടോ? ഇല്ല, അതിന്റെ ആവശ്യകതയില്ല. നമ്മളൊരു പർട്ടിക്കുലർ റേറ്റിൽ, പക്ഷെ നമ്മളൊരു സ്റ്റേബിൾ ആകുക. ഓവർ ദ ടൈം ചെറിയ ഡിപ്രീസിയേഷൻ വരും, പക്ഷെ ഇതുപോലുള്ള ക്രാഷുകൾ വരരുത്. ഇതുപോലത്തെ ഒരു ഹ്യൂജ് ഇതെന്ന് പറയുന്നത് നമുക്ക് അതിനെ തടഞ്ഞു നിർത്താൻ പറ്റണം. അതാണ് RBI ഇപ്പൊ ഇടപെടുന്നത് അവരുടെ മാൻഡേറ്റിനകത്ത് നിന്ന് അവർ ഇടപെടുന്നുണ്ട്. അവർ നല്ല രീതിയിൽ സ്പോട്ട് മാർക്കറ്റിലും ഡെറിവേറ്റീവ് മാർക്കറ്റിലും ഇടപെടുന്നുണ്ട്. പക്ഷെ അവർക്ക് ഒരിക്കലും റേറ്റിനെ പിടിച്ചു നിർത്താനാവില്ല. അവർക്ക് മാർക്കറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവരുടെ മാൻഡേറ്റ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു എക്സ്ചേഞ്ച് റേറ്റ് റെജീം വെച്ചിട്ട് അത് RBI ചെയ്യുന്നുണ്ട്. ശരി, വ്യക്തമാണ്. ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ അദ്ദേഹം പറഞ്ഞതുപോലെ റിസർവ് ബാങ്ക് ഡോളർ വിറ്റഴിച്ച് രൂപയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. രോഗം ഗുരുതരമായതുകൊണ്ടല്ലേ സ്വാഭാവികമായി തിരിച്ചു കയറാൻ രൂപയ്ക്ക് ശേഷിയില്ല എന്നാണോ ഇതിനർത്ഥം? നേരത്തെ പറഞ്ഞില്ല, ഈ RBI അറിയുന്നത് ഇതിനെ ഡേർട്ടി ഫ്ലൂട്ട് എന്ന് പറയും. അതായത് ഈ ഒരു മിനിറ്റുകളോ അല്ലെങ്കിൽ അവർലി ആയിട്ടുള്ള ചേഞ്ചസ് മാത്രമേ RBI ഇന്റർഫിയർ ചെയ്യാറുള്ളൂ. അതിനൊരു സ്മൂത്തിങ് എന്നൊക്കെ ആണ് അതിൻ്റെ ഒരു ടെക്നിക്കലായിട്ട് പറയുന്നത്. അപ്പോൾ അല്ലാതെ ഒരു സ്ട്രക്ചറലായിട്ട് ഈ പറയുന്ന പിടിച്ചു നിർത്താൻ നമുക്ക് 80-90 താഴെ നിർത്തിയേ പറ്റൂ, അല്ലെങ്കിൽ ആളുകൾ ചീത്ത വിളിക്കുക എന്ന് പറയുന്ന രീതിയല്ല RBI നിന്ന്. നാച്ചുറലായിട്ട് പോകുന്നതിന് ഒരു ഡിപ്രീസിയേഷൻ അലൗ ചെയ്യുന്നതിന് അവർ ഒരു മാനേജ് ചെയ്യാറില്ല. പക്ഷെ ഭയങ്കരമായിട്ടുള്ള വയലന്റ് ആയിട്ടുള്ള ഇത് മാത്രമേ RBI ഇന്റർഫിയർ ചെയ്യാറുള്ളൂ. അതങ്ങനെ ചെയ്യുന്നുമുണ്ട്. അപ്പൊ ഇത് മാസങ്ങളോളം കഴിഞ്ഞ ഒരു വർഷത്തെ 5-6% വ്യതിയാനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നാച്ചുറലി ഇത് കൺസേൺ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിന്റെ കാരണങ്ങൾ ഒരു സ്ട്രക്ചറൽ അല്ല. ഈ സ്ട്രക്ചറിന്റെ ഭാരതത്തിന്റെ എക്കോണമി വലുതാകുന്ന ആഫ്രിക്കയേക്കാൾ ബെറ്റർ ആണ്, അല്ലെങ്കിൽ ആഫ്രിക്ക ഇന്ത്യയേക്കാൾ ബെറ്റർ ആണെന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ഒരു I don't agree to that. Africa is definitely not better than India. India is the biggest അല്ലെങ്കിൽ ലാർജസ്റ്റ് എക്കോണമി ദാറ്റ് ഈസ് ഗ്രോയിങ് ഇൻ എ ബിഗ് വേ. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വി ഷുഡ് ബി പ്രൗഡ് അല്ലേ? നമ്മുടെ രാഷ്ട്രം ഇതുപോലെ ഒരു രാഷ്ട്രീയമായിട്ട് എഗൻസ്റ്റ് ആയിട്ടൊക്കെ പറയാം. പക്ഷെ നമ്മുടെ മാനുഫാക്ചറിങ് മുന്നോട്ട് പോയിട്ടില്ല, നമുക്ക് വളർച്ച ഉണ്ടായിട്ടില്ല, നമുക്ക് ഒരു തരത്തിലും കുതിപ്പില്ല. മേക്ക് ഇൻ ഇന്ത്യയെ പറ്റി ആരും പറയുന്നില്ല. ഇറ്റ്സ് ഓൾ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അത് ഞാൻ അങ്ങനെ ഐ എം സോറി, ബട്ട് അത് കേൾക്കുമ്പോഴുള്ള ഒരു വിഷമമുണ്ട്. വി ആർ ഗ്രോയിങ് എക്കോണമി. നമുക്ക് ഈ പറയുന്ന വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഇത് നമ്മുടെ സർവീസ് സെക്ടറിനെയും ഫാർമ, ടൂറിസം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന റേറ്റിൽ നമ്മുടെ ഓയിൽ, ഗോൾഡ് ഇങ്ങനെയുള്ളതിന്റെ ഇമ്പോർട്ട് തന്നെയാണ്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 2, വിദ്യാഭ്യാസം. നമുക്ക് വലിയ തോതിലുള്ള ബ്രെയിൻ ഡ്രെയിൻ ആണ് നടക്കുന്നത്. അപ്പൊ ഐ ആം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് പീപ്പിൾ ഗോയിങ് ഔട്ട് ആൻഡ് നോട്ട് കമ്മിങ് ബാക്ക്. ഇന്ന് കേരളത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ഡെമോഗ്രാഫിയിൽ ഏജിങ് പോപ്പുലേഷനാണ്. ഇവിടെ ഈ പറയുന്ന ഒരു ഡെവലപ്മെന്റിന് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വരാത്തതും ഒക്കെ കാരണം ഇവിടുത്തെ ഒരു യുവതലമുറ ഇവിടെ തിരിച്ചു വരുന്നില്ല എന്നുള്ള കാരണം തന്നെയാണ്. 2, ഈ ടൂറിസത്തെ പറ്റിയൊക്കെ പറയുമ്പോഴും ഇതെല്ലാം വളരെ ചെറിയ ഒരു മിഡിൽ ക്ലാസ്സോ ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിനെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന ഏരിയാസ് ആണ് വിദേശ പഠനവും അല്ലെങ്കിൽ വിദേശത്തെ ടൂറിസവും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടെ നമുക്ക് ഒരു പോവർട്ടി, മൾട്ടി ഡയറക്ഷണൽ പോവർട്ടിയും നിലനിർത്താൻ പറ്റി, അല്ലെങ്കിൽ അതിനെ പുൾ ഔട്ട് ചെയ്യാൻ പറ്റി. ഇങ്ങനെയുള്ള അത് കേരളവും അതിന് ഒരു സാക്ഷിയായില്ലേ? നമ്മളും ഈ പറയുന്ന ദാരിദ്ര്യം മുക്തമായില്ലേ?
അതോ അല്ല എന്നുള്ളത് അത് കേരളം മാത്രമേ ആയുള്ളതാണോ? അങ്ങനല്ല. അപ്പൊ നമ്മുടെ ഒരു ഓൾ ഓവർ ഇന്ത്യ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പെർ ക്യാപിറ്റ ഒരു 150 150 കോടി ജനങ്ങളൊക്കെ ഉള്ളിടത്ത് പെർ ക്യാപിറ്റ കുറഞ്ഞിരിക്കും. പക്ഷേ ദർ ഹാസ് ബീൻ എ വെരി ഗുഡ് ആൻഡ് വെരി പ്രോസ്പെക്റ്റീവ്, ഒരു വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് നമുക്ക് കാണാൻ വരുന്ന രീതിയിലുള്ള ഒരു കുതിപ്പ് നമുക്കുണ്ട്. റുപ്പി ഡിപ്രീസിയേഷൻ അങ്ങനെ വലിയ തോതിലൊന്നും ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നില്ല നമ്മുടെ ഈ എക്കണോമിക് ഗ്രോത്തിനെ. ശരി, ഡോക്ടർ അജിത് കുമാർ, പ്രവാസികൾ പണം അയക്കുന്നത് കൂടിയിട്ടുണ്ട്. അത് പക്ഷേ നിക്ഷേപത്തിലേക്കാണോ അതോ ദൈനംദിന ചെലവുകളിലേക്കാണോ പോകുന്നത്? രൂപയുടെ തകർച്ച പ്രവാസിയുടെ സമ്പാദ്യശീലത്തെ മാറ്റുന്നുണ്ടോ? പ്രവാസികൾ ഒരു കാലത്ത് അയക്കുന്ന പണം ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിയായിരുന്നു. പക്ഷെ ഇപ്പൊ വളരെ വ്യക്തമായിട്ട് അറിയാം അവരുടെ പ്രയോറിറ്റി ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രയോറിറ്റി വ്യത്യാസം നമുക്ക് ശരിക്ക് ഇപ്പൊ കിട്ടുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ഈ ഒരു 12 ആസ് ഓൺ 12th ഡിസംബർ ഞാനൊരു കണക്ക് കണ്ടു. $18.4 ബില്യൺ ആണ് നെറ്റ് ഔട്ട്ഫ്ലോ. $18.4 ബില്യൺ. അപ്പൊ ഇൻഫ്ലോ വരുന്നുണ്ട്, ഔട്ട്ഫ്ലോ പോകുന്നുണ്ട്. ഔട്ട്ഫ്ലോന് പ്രധാനപ്പെട്ട ഒരു കാരണം US ഫെഡ് റേറ്റ്സിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. US ഫെഡ് റേറ്റ്സ് ഈടായിട്ട് മാറി എല്ലാവരും ഇപ്പൊ US ട്രഷറി ബോണ്ട്സിലേക്ക് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അതോടെ എന്ത് പറ്റി? FPI നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ. ഏകദേശം 1.6 ലക്ഷം കോടി രൂപയാണ് 2025 പുറത്തേക്ക് പോയിരിക്കുന്നത്. അപ്പൊ ഇത്രയധികം പുറത്തു പോകുമ്പോൾ പ്രവാസികളിൽ നിന്ന് വരുന്ന എമൗണ്ട് വെറും ഒരു ട്രിക്കിളായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ആൻഡ് പ്രവാസികൾക്ക് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എനിക്ക് പ്രവാസികളായ പല ഫ്രണ്ട്സിനോട് പറയാറുണ്ട്, ഒരു കാലത്ത് ഞങ്ങൾ കിട്ടുന്ന പണം മുഴുവൻ ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമായിരുന്നു. ഇപ്പൊ ഇവിടെ ഇന്ത്യയിലേക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇപ്പൊ ഇത്രയും കുറയുന്ന സമയത്ത് ഞങ്ങൾ എന്തിനാണ് ട്രാൻസ്ഫർ, അതിനേക്കാൾ എത്രയോ ബെറ്റർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവർക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇപ്പൊ UAE നിന്ന് വന്നിരിക്കുന്ന ഇൻഫ്ലോ വളരെ അധികം കുറഞ്ഞിട്ടുണ്ട്, യാതൊരു സംശയമില്ല. അതിന് എന്താ പറഞ്ഞ ഇന്ത്യൻ ഇക്കോണമിയുടെ പ്രശ്നം ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പൊ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഡോളറിന്റെ വില കൊതിക്കുന്ന സമയത്ത് ഇനിയിപ്പോ ഇൻഫ്ലോന് ഒരു സാധ്യത കൂടുന്നുണ്ട്. എന്താന്ന് പറഞ്ഞാൽ ഇതൊരു കാസ്കേഡിങ് ഇഫക്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഡോളറിന്റെ വില, ഡോളറുമായിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് കൂടുന്ന സമയത്ത് മറ്റ് കറൻസീസിന്റെ വിലകളും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ഒബ്സർവ് ചെയ്യായിരുന്നു. സിംഗപ്പൂർ ഡോളറിന്റെ വില കൂടി, യൂറോവിന്റെ വില കൂടി, ബ്രിട്ടീഷ് പൗണ്ടിന്റെ വില കൂടി. ഇപ്പൊ ഇതൊക്കെ അതിന്റെ ഒരു കാസ്കേഡിങ് ഇഫക്റ്റ് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ക്യാപിറ്റലൈസേഷൻ നടത്താൻ വേണ്ടി ചിലപ്പം വിദേശത്ത് നിന്ന് കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ കൊള്ളാം. പക്ഷെ അവരെന്താ പറയുന്നത്, ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന മുമ്പ് ഇന്ത്യൻ റുപ്പിയിലേക്ക് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാണ്. ആൻഡ് ഇന്ത്യൻ റുപ്പീസ് ആണ് അവർ ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊരു അവസ്ഥയും കൂടി ഞാൻ കാണുന്നുണ്ട്. പലരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. വ്യത്യാസം വരുമ്പോൾ അപ്പൊ തന്നെ അവര് ഫോറിൻ കറൻസി ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതാണ് ഇങ്ങോട്ടേക്ക് അയക്കാനുള്ള ഒരു ടെൻഡൻസി കാണുന്നത്. കാരണം ഇപ്പൊ നമുക്ക് ഇന്ത്യൻ റുപ്പി പഴയതുപോലെയല്ല. 64 രാജ്യങ്ങളിൽ ഇന്ത്യൻ റുപ്പി നമുക്ക് ഈസി ആയിട്ട് ട്രാൻസാക്ട് ചെയ്യാം. ഈ ട്രാൻസാക്ട് ചെയ്തതോടെ പറ്റി ഫോറിൻ കറൻസിയുടെ വരവും എഫക്ട് ചെയ്തിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നെറ്റ് ഔട്ട്ഫ്ലോ ഇത്രയധികം കൂടിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ പണ്ട് പ്രവാസികൾ വായിക്കുന്ന പണവും ഇതുമായിട്ട് നമുക്ക് ശരിക്കൊരു കമ്പാരിസൺ കിട്ടേണ്ടതാണ്. അപ്പൊ ആ ഒരു കമ്പാരിസൺ ഞാൻ കാണുന്നില്ല. കൃത്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ പ്രവാസികൾക്ക് നിന്ന് വരുന്ന വരവ് കുറഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് എന്റെ ഒരു കണക്കുകൂട്ടൽ. ശരി, ഞാനൊന്ന് ക്വിക്കായിട്ടൊന്ന് ഇന്റർഫിയർ ചെയ്തോട്ടെ. അതായത് മാസീവ് ജംപ് NRI ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സ് 84% 2025 സർജ് ചെയ്തത്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല എന്നിങ്ങനെ പറയും. 6.4 ബില്യണിൽ നിന്ന് 11.8 ബില്യൺ ഡോളറായിട്ടാണ് 2025 മ്യൂച്വൽ ഫണ്ടിൽ മാത്രം വന്നിട്ടുള്ളത്. ഹോം ബൈയിങ് വെരി ഹൈ. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ വെളിയിലോട്ട് പോകുന്ന ഇൻവെസ്റ്റ്മെന്റ് പലപ്പോഴും കോർപ്പറേറ്റ് ബൈ ഔട്ട്സിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ അക്വിസിഷൻ ചെയ്യുകയാണ്. മഹീന്ദ്രാസിന്റെ പുതിയ കാർ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ടെക്നോളജി മുഴുവൻ ഇറ്റാലിയൻ, അതിന്റെ ഓണർഷിപ്പ് മഹീന്ദ്രാസിനാണ്. അപ്പോ ഒരു നെഗറ്റീവായിട്ടല്ല ഇതിന്റെ വാസ്തവം പറഞ്ഞ ഔട്ട്ഫ്ലോ ഓഫ് ക്യാപിറ്റൽ.
ആ ക്യാപിറ്റൽ നമ്മൾ ടെക്നോളജിക്ക് വേണ്ടി ഇപ്പോൾ ടാറ്റ ജഗ്വാറും JLR അതിൻ്റെ ഇതെടുത്തപ്പോൾ ഇവിടുന്ന് പണം എന്തായാലും അവർക്ക് കൊണ്ടുപോയില്ലല്ലേ ഒക്കുള്ളൂ. അപ്പോൾ ടാറ്റാസും മഹീന്ദ്രാസും ഇങ്ങനെയുള്ള വലിയ കോർപ്പറേറ്റ്സ് ഇപ്പോൾ അക്വിസിഷനിലാണ്. യൂറോപ്പിലേക്കൊക്കെ ഉള്ള പല കമ്പനീസും അക്വയർ ചെയ്യാണ്. 2, NRIസിൻ്റെ വിശ്വാസം വളരെ കൂടുതലാണ്. 84% ഇവിടുത്തെ ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് 2025 വന്നത്. അപ്പോൾ സാർ എങ്ങനെയാണ് നമുക്ക് ഇത് NRIs പൈസ മുഴുവൻ കൊണ്ടുവന്നു? നമ്മൾ ഈ കേരളത്തിലുള്ളൊരു ചെറിയ പ്രതിഭാസം കണ്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള അപ്പുറത്തെ ഒരാൾ ഒരു വസ്തു വിറ്റ് തിരിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് പറയുന്നത് ശരിയല്ല. ഓൾ ഓവർ ഇന്ത്യ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ട്രസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. We have to acknowledge that, appreciate that and be proud of that. നമുക്ക് നമ്മുടെ രാഷ്ട്രം ഇങ്ങനെ വളരെ ശക്തമാകുന്നതിൻ്റെ ഒരു പ്രൈഡ് വേണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ അനൂപ് എസ് കുമാർ, ശ്രീ രഞ്ജിത്ത് കാർത്തികൻ അങ്ങനെ പറയുമ്പോഴും നമ്മൾ സമീപകാല പ്രവണത നോക്കുമ്പോൾ ഇന്ത്യൻ വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപകർ പണം പിൻവലിക്കുന്ന പ്രവണത കൂടുകയാണ്. രൂപയുടെ അസ്ഥിരതയാണോ ഇതിന് കാരണം? ഇത് പല കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളുടെ മാർക്കറ്റ്, ഇന്ത്യൻ ഫൈനാൻഷ്യൽ മാർക്കറ്റ് സ്റ്റേബിൾ അല്ല എന്ന് അവർക്ക് തോന്നിയാൽ അവർ ഫണ്ട് വിഡ്രോ ചെയ്യാം. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിൽ അവർ കൂടുതൽ റിട്ടേൺ കിട്ടുന്നു എന്ന് വിചാരിക്കുക. 2 രീതി കൊണ്ടും 2 റീസൺ കൊണ്ടും ആളുകൾ ഫണ്ട് വിഡ്രോ ചെയ്യാം. ബേസിക്കലി അതാണ്. സോ ഇതുകൊണ്ട് രണ്ടുമുണ്ട്. ഈ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ രൂപയുടെ മൂല്യം കുറയുന്നത് നല്ലതാണെന്ന് ചൈനയെ ഉദാഹരിച്ച് ചിലർ വാദിക്കുന്നുണ്ടല്ലോ. എന്നാൽ പെട്രോളും സ്വർണവും ഇലക്ട്രോണിക്സും വൻതോതിൽ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രൂപയുടെ തകർച്ച ആത്മഹത്യാപരമല്ലേ? അതോ അതൊരു അനിവാര്യതയാണോ? അല്ലല്ല, ഈ രീതിയിൽ അതെന്ന് പറയുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്. ചൈനയ്ക്ക് നല്ലൊരു മാനുഫാക്ചറിങ് ബേസ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കണക്ക് പറയാം. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ അവരൊരു കണക്കെടുത്ത് നോക്കി. ഇപ്പോൾ വാല്യൂ അഡീഷൻ ഓഫ് മാനുഫാക്ചറിങ് സെക്ടർ ടു GDP കോൺസ്റ്റന്റ് പ്രൈസസ് 2013-14 വെച്ച് നോക്കുമ്പോൾ അന്ന് GDPയുടെ 16.7% നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടറിന്റെ വാല്യൂ അഡീഷൻ. 23-24 ആയപ്പോഴത്തേക്ക് അത് 15.9 ആയി. 10 വർഷം കൊണ്ട് കൂടിയെന്ന് മാത്രമല്ല, ഏതാനും പോയിന്റ് താഴത്തേക്കും വന്നു. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ രൂപയുടെ വിലയുടെയും നമുക്ക് പ്രശ്നമാണ്. ചൈനയ്ക്ക് കുഴപ്പമില്ല, കാരണം ചൈന ഈസ് എ മാനുഫാക്ചറിങ് കൺട്രി. അവര് നല്ല രീതിയിൽ എക്സ്പോർട്ട് ഉണ്ട്. അപ്പൊ ചൈനയുടെ കറൻസിയുടെ റീവാല്യുവേഷൻ എന്ന് പറയുന്നത് ദാറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റോറി ഓൾ ടുഗദർ. എത്ര മടങ്ങ് ഇൻക്രീസ് ചെയ്തു? 1% GDP ഇൻക്രീസ് ചെയ്ത് നോക്കണ്ടേ? 150 കോടി ജനങ്ങളുള്ളപ്പോ GDP മൾട്ടിപ്ലിക്കേഷൻ അതങ്ങ് ഇൻക്രീസ് ചെയ്യും. അത് നമ്മൾ നോക്കുന്നേ കേരളം. നമുക്ക് പെർ ക്യാപിറ്റ ചെയ്ത് നോക്കണം. GDP എന്ന് പറയുമ്പോൾ ഗ്രോത്ത് മാത്രമല്ല ഡിസ്ട്രിബ്യൂഷൻ വരും. നമുക്കതൊക്കെ വേറെ സംസാരിക്കാം. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാനീ പറയുന്നത് മാനുഫാക്ചറിംഗ് സെഗ്മെന്റ് ആണ്. ലെറ്റ് മീ കംപ്ലീറ്റ്. മാനുഫാക്ചറിംഗ് സെഗ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇത് ഞാൻ പറഞ്ഞതല്ല, ഗവൺമെന്റിന്റെ കണക്കാണ്. ഇത് എന്റെ കണക്കല്ല, ഞാൻ സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് കൊണ്ടുവന്നതല്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കാണ്. കോൺസ്റ്റന്റ് പ്രൈസസിൽ നോക്കുമ്പോൾ താഴത്തേക്ക് വന്നു എന്നുള്ളത് അതൊരു പ്രശ്നമാണ്. രണ്ടും നോക്കി, ന്യൂമറേറ്റർ നോക്കി, ഡിനോമിനേറ്റർ നോക്കി. ഇത് കോൺസ്റ്റന്റ് പ്രൈസസ് ആണ്. കോൺസ്റ്റന്റ് പ്രൈസസ് ആണ്, കറന്റ് പ്രൈസസ് അല്ല. ആ പ്രശ്നം വരുന്നില്ല. അപ്പൊ മറ്റേ ഡിനോമിനേറ്റർ പ്രോബ്ലം വരുന്നില്ല ഇവിടെ. ഇത് കോൺസ്റ്റന്റ് പ്രൈസസ് ആണ്. കോൺസ്റ്റന്റ് പ്രൈസസിലാണ് അവർ പറഞ്ഞത്. ഡിനോമിനേറ്ററിന്റെ പ്രോബ്ലം അവിടെ വരുന്നില്ല. ശരി ഡോക്ടർ, ഇത് ഞാൻ പറഞ്ഞതല്ല, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷന്റെ കണക്കാണ്. അവര് തന്നെ സമ്മതിച്ചു. അതുകൊണ്ടാണ് അടുത്ത ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞ് ഇത് വർക്കാവട്ടെ. എനിക്കിത് വർക്കാവുന്ന സന്തോഷമേ ഉള്ളൂ. ഇത് 20-25 ആക്കണമെന്നാണ് ഇപ്പോഴത്തെ ടാർഗറ്റ്. 2030 ആകുമ്പോൾ 25 നമ്മുടെ മാനുഫാക്ചറിംഗ് ബേസ് GDPയുടെ 25 ആക്കണമെന്നാണ് ഇപ്പോഴത്തെ ടാർഗറ്റ്. നടന്നാൽ വളരെ നല്ലതാണ്. നടക്കണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. ശരി, പക്ഷെ എങ്ങനെ നടക്കുമെന്നുള്ളൊരു ചോദ്യമാണ്. ഇപ്പോഴും 16-17 നമ്മളിങ്ങനെ ഓവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറെ വർഷങ്ങളായി. ശരി ഡോക്ടർ അജിത് കുമാർ, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ അജിത് കുമാർ, ശ്രീലങ്കയിലോ പാകിസ്ഥാനിലോ ഉണ്ടായതുപോലൊരു തകർച്ച നമ്മൾ ഭയക്കേണ്ടതുണ്ടോ?
തീർച്ചയായിട്ടും ഇല്ല. ആ കാര്യത്തിൽ നമ്മൾ നോക്കേണ്ട ആവശ്യമാണ്. ശ്രീലങ്ക, പാകിസ്ഥാൻ അതൊക്കെ വേറെ റീസൺസ് ആണ്. ഇത് കൂടുതലും പൊളിറ്റിക്കലാണ്. കാരണം ഒരു പ്രധാനപ്പെട്ട കാര്യം, വി ഹാവ് ഗോട്ട് എ വെരി സ്ട്രോങ് പൊളിറ്റിക്കൽ സിസ്റ്റം. നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം ഈസ് ക്വൈറ്റ് സ്ട്രോങ്. അതൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആണ് ആ കാര്യത്തിൽ. പിന്നെ രഞ്ജിത് സാർ, ഞങ്ങൾ വി ആർ ഓൾസോ പ്രൗഡ് ഇന്ത്യൻസ്. വി ആർ ഓൾസോ വെരി ഹാപ്പി ദാറ്റ് ഇന്ത്യ ഈസ് ഡൂയിങ് വെരി വെൽ. അപ്പൊ താങ്കൾ ഒരു വി ഷുഡ് ഹാവ് പ്രൈഡ് എന്നുണ്ട്. ഓഫ്കോഴ്സ് ഗ്രേറ്റ് പ്രൈഡ് ഉണ്ട്. പക്ഷെ ആ പ്രൈഡ് എന്നുള്ള കാര്യം നമ്മൾ റിയൽ ടേംസ് വരുമ്പം നമ്മൾ വിചാരിക്കുന്നത് അത്ര ആക്ച്വൽ ടേംസ് ഇപ്പം ഇന്ത്യ ഈസ് ഗോയിങ് ടു ബിക്കം ദി തേർഡ് ബിഗ്ഗസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാല് അത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. പക്ഷെ അത് കാരണം എന്റെ മെയിൻ പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ അത് കാരണം റാങ്ക് ആൻഡ് ഫയൽ ആൾക്കാർക്ക് എത്ര ബെനിഫിറ്റ് ഉണ്ട് അതിലാണ്. കാരണം ജി ഡി പിയെക്കാളും കൂടുതൽ ഇമ്പോർട്ടന്റ് ഇസ് പെർ ക്യാപിറ്റൽ ജി ഡി പി. സർ, പെർ ക്യാപിറ്റൽ ജി ഡി പി നമ്മൾ നോക്കൂ, ഇറ്റ് ഹാസ് നോട്ട് ഇൻക്രീസ് ടു ദ എക്സ്റ്റെന്റ് ടു വിച്ച് ജി ഡി പി വിൽ ഇൻക്രീസ്. ഇപ്പൊ 140 കോടി ജനങ്ങൾ ₹1 സ്പെൻഡ് ചെയ്താൽ ജി ഡി പി അത്രയും കൂടിയില്ലേ? 140 കോടി കൂടി. അപ്പൊ അങ്ങനെ ഒരു ജി ഡി പി ഇൻക്രീസ്, ജി ഡി പി ഒരു ക്രൈറ്റീരിയനേ അല്ല. പെർസെന്റേജ് ഗ്രോത്ത് ഓഫ് ജി ഡി പി അതൊരു ക്രൈറ്റീരിയൻ ആണെങ്കിൽ then we would never have had any unemployment here. എന്തുകൊണ്ട് ഇപ്പോഴും ഇത്ര വൈസ് ഗവൺമെന്റ് ആ കാര്യത്തിൽ അവരിപ്പോഴും ദേ ആർ നോട്ട് വെരി കോൺഫിഡന്റ്. ലെവൽസ് ഓഫ് അൺഎംപ്ലോയ്മെന്റും ഇത്ര ഹ്യൂജ് ആയിട്ടിരിക്കുന്ന 1973 ലെവൽസിലേക്കാണ് അൺഎംപ്ലോയ്മെന്റ് പോയിരിക്കുന്നത്. അത് സർ, അത് വി ഹാവ് ടു ആക്സെപ്റ്റ് ഇറ്റ്. നോട്ട് ദാറ്റ് ഐ എം പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ, ഐ എം പ്രൗഡ് ദാറ്റ് അവർ കൺട്രി ഷുഡ് ഡു വെൽ. എനിക്ക് പൊളിറ്റിക്സ് ഒന്നുമില്ല, ഞാനും വളരെ ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. പക്ഷെ ഐ അനലൈസ് ഇക്കണോമിക് ആസ്പെക്ട്സ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ വി ഹാവ് ടു ഹാവ് പ്ലസ് ആൻഡ് മൈനസ് പോയിന്റ്സ്. ആ മൈനസ് പോയിന്റ്സ് നമുക്ക് അങ്ങോട്ട് അതില്ല. ഇപ്പം ഒരു കാലത്ത് വളരെ ഭയങ്കരമായിട്ട് നമ്മുടെ ഇക്കോണമിയിൽ പറയാറുണ്ട്, ഇന്ത്യ വിൽ സൂൺ ബിക്കം എ $5 trillion ഇക്കോണമി. ഇപ്പൊ മിണ്ടുന്നില്ലല്ലോ അതിനെപ്പറ്റി, അക്ഷരം മിണ്ടാറില്ലല്ലോ അതിനെപ്പറ്റി. എന്തുകൊണ്ട്? Because Modi and any other person becomes Prime Minister of India, by 2030, we will become a $5 trillion economy. Our system is like that. Our system since 1991 has had a total change. ആ ചേഞ്ചിന്റെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ എപ്പോ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ഗ്രോത്ത് റേറ്റ് എന്നുള്ളത് ഒരിക്കലും ഞാനതൊരു വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. അത് ഇസ് ഇറ്റ് ട്രിക്കിൾ ഡൗൺ ഇഫക്ട്? സാറിന് അറിയാലോ ആ ട്രിക്കിൾ ഡൗൺ ഇഫക്ട് ഉണ്ടോ? ഇപ്പോഴും പോവർട്ടിയിലുള്ള ആൾക്കാരിൽ എന്തെങ്കിലും കുറവുണ്ടോ? പെർസെന്റേജസിന് ഞാൻ പറയുമ്പം പെർസെന്റേജ് കുറഞ്ഞു, ബട്ട് ഇൻ റിയൽ നമ്പേഴ്സ്, നമ്മൾ റിയൽ നമ്പേഴ്സ് എടുത്ത് നോക്കിയാൽ ഈവൻ നൗ ദി പേഴ്സൺസ്, ഇപ്പൊ സാറ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടിയെ പറ്റും MDPI പറ്റി പറഞ്ഞു. നമ്മളിപ്പോ MDPI നമ്മളിപ്പോ കാൽക്കുലേഷൻ എടുത്ത് നോക്കിയാൽ, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് നമ്മൾ എടുത്തു നോക്കിയാൽ, ഈവൻ ടുഡേ നിയർലി 25% ഓഫ് ദ പീപ്പിൾ ആർ ബിലോ ദ പോവർട്ടി ലൈൻ. ഇന്നും ഇഫ് യു ടേക്ക് MDPI ആസ് ദ ക്രൈറ്റീരിയൻ, കാരണം പണ്ട് നമ്മൾ ഫുഡ്, clothing, shelter ആയിരുന്നു, but now we have education and health as also the 2 additional factors. ഈ 5 factors എടുത്ത് നമ്മൾ നോക്കുമ്പോൾ even today, my dear sir, 25% of people are below poverty line. അത് യാതൊരു സംശയമില്ല. At the same time, per layer, if 40% of the wealth is in the hands of just 1% of the population, sir, these things are glaring. Inequality index, we have reached such low levels, 159 in the world എന്നൊക്കെ പറഞ്ഞാല് 5.6, 6.5, 7.5% ഗ്രോത്ത് റേറ്റ് എടുക്കുന്ന കൺട്രി ഇനീക്വാളിറ്റി ഇൻഡെക്സിൽ 159 എന്നൊക്കെ പറയുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് എ വെരി ഗ്രേറ്റ് തിങ്. GDP ഗ്രോത്ത് റേറ്റ് എന്നുള്ളത് ഒരു വലിയൊരു ആസ്പെക്ട് ആയിട്ട് ഞാൻ കാണുന്നില്ല. വ്യക്തമാണ്. ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, മറുപടി. ഇല്ല, ഞാൻ ഐ തോട്ട് ഇത് നമ്മളൊരു കൂടുതലും ഫോറക്സിനെ പറ്റിയും അതിന്റെ എക്സ്ചേഞ്ച് റേറ്റ് വേരിയേഷനെ പറ്റിയും ആണ് സംസാരിക്കുന്നതെന്ന്. ഇത് ഒരു എക്കണോമിക് ഇതിലോട്ട് പോയി. എനിവേ, എനിക്ക് ഇതിനകത്തൊരു മറുപടി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് റൈറ്റ് ഫ്രം നമ്മൾ ഈ പറയുന്ന 91-ലെ കറക്ഷൻ, IMF മാൻഡേറ്റഡ് ആയിട്ടുള്ള ഒരു നമ്മൾ അടിച്ചേൽപ്പിച്ച മാർക്കറ്റ് ഓപ്പണിംഗ് ചെയ്യണം എന്ന് പറഞ്ഞാൽ, അപ്പോൾ IMF-നാണോ അതിൻ്റെ ആ ഇത്? അതിനെപ്പറ്റിയുള്ള ഒരുപാട് ചാലഞ്ചസും അതിനെപ്പറ്റി ക്രിറ്റിസിസംസും ഇന്ന് പലരും പറയുന്നുണ്ട്. നമുക്ക് ഈ 91-ലെ ഓപ്പൺ ഡോർ എക്കോണമി വരാൻ കാരണം എന്ന് പറയുന്നത്, നമുക്ക് അന്ന് ₹1 പോലും ഇല്ലാതെ ജീവിക്കാൻ ഒക്കില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഫെസിലിറ്റിക്ക് വേണ്ടി അവർ പറഞ്ഞത് അനുസരിച്ച് പഞ്ചഭുജമടക്കി നമ്മൾ ചെയ്തതിൻ്റെ ഫലമാണ് എന്ന് പറയേണ്ടി വരും. ഞാൻ ഡെഫിനറ്റ്ലി ഇതിനകത്തൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കൂടുതലും നമ്മൾ ഈ ആത്മനിർഭർ അല്ലെങ്കിൽ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളാരും ഒരു ബ്ലൈൻഡായിട്ട് ഒരു പോളിസിയെ സപ്പോർട്ട് ചെയ്യുകയോ ക്രിട്ടിസൈസ് ചെയ്യുകയോ ചെയ്യുന്ന ആളുകളല്ല.
നമുക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ഒന്ന്, ഇവിടുത്തെ ബ്രാൻഡ്സ്, ഈ പറയുന്ന ഒരുപാട് പണം നമ്മൾ ഈ വിദേശ ബ്രാൻഡുകളുടെ യൂട്ടിലൈസേഷൻ ഇതെല്ലാം തുടങ്ങുന്നത് 91 മുതലാണ്. അപ്പോൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഭാരതത്തിന്റെ ഒരു എക്കോണമിയിലെ കോൺട്രിബ്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ കുറയ്ക്കണമെങ്കിൽ നമ്മുടെ ഒരു ഇന്റേണലി ഓരോ സിറ്റിസണിനും എന്താണ് ഇമ്പാക്റ്റ് എന്നാണ് ചോദിച്ചത് ഇവിടെ. ആ ഇമ്പാക്റ്റ് മാറ്റണമെങ്കിൽ നമ്മുടെ ഒരു സ്വയം ഒരു ആത്മനിർഭരത ഇതിനകത്തുണ്ടാകണം. നമ്മുടെ യൂട്ടിലൈസ് ചെയ്യുന്ന സാധനങ്ങൾ വിദേശത്തുനിന്ന് വാങ്ങിക്കുന്നതിൻ്റെ ഒരു ഭ്രമം മാറ്റിയെടുക്കണം. ഭാരതത്തിൽ തന്നെ കൂടുതൽ പണം ചെലവാക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനുമുള്ള ഒരു ഇതുണ്ടാകണം എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത് വിദേശത്ത് ഒരു അസറ്റ് ക്രിയേഷൻ വേണ്ട, കോർപ്പറേറ്റ്സിന് വേണ്ട എന്നുള്ളതൊന്നുമല്ല. നമ്മളൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു എക്കോണമിയിൽ ജീവിക്കുന്ന ഒരു ജനറേഷനാണ്. അപ്പം കൂടുതലും നമുക്ക് ഇതിനെപ്പറ്റി ഒരു അവബോധം ഉണ്ടാകണം. ഇങ്ങനെയുള്ള ചർച്ചകൾ വളരെ നല്ലതാണ്. ഞാനന്ന് ഇടപെടുകയാണ്, സമയപരിമിതി മൂലം ഞാനന്ന് ഇടപെടുകയാണ്. നമ്മുടെ ചർച്ച ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇവിടെ ഉയർന്നു വന്ന വാദങ്ങൾ നമ്മൾ കേട്ടു. ആഗോള യുദ്ധങ്ങളും എണ്ണവിലയും രൂപയെ സ്വാധീനിക്കുന്നുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ അതിനെയെല്ലാം പഴിച്ചുകൊണ്ട് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ഒരു ഭരണകൂടത്തിന് കഴിയുമോ? രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ പ്രവാസിക്ക് നാട്ടിലേക്ക് അയക്കാൻ കൂടുതൽ പണം കിട്ടുന്നുണ്ടാകാം. പക്ഷേ അത് ഒരു കണ്ണിൽ പൊടിയിടൽ മാത്രമാണ്. കാരണം ആ പണം കൊണ്ട് പണ്ട് കിട്ടിയിരുന്ന സാധനങ്ങൾ ഇന്ന് കിട്ടില്ല. വിലക്കയറ്റം ആ ലാഭത്തെ കാർന്നു തിന്നുകയാണ്. കറൻസിയുടെ വില എന്നത് വെറും ഒരു സംഖ്യയല്ല, അതൊരു രാജ്യത്തെ ജനങ്ങളുടെ വാങ്ങൽ ശേഷി കൂടിയാണ്. അത് കുറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിത നിലവാരം കുറയുന്നു എന്ന് തന്നെയാണ് അതിനർത്ഥം. രൂപയുടെ നട്ടെല്ല് നിവർന്നു വരുന്ന കാലം വേഗത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കാം. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ എൻ അജിത് കുമാർ, രഞ്ജിത്ത് കാർത്തികേയൻ, അനൂപ് എസ് കുമാർ, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം.